ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ആവശ്യകത എന്ന് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്. നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളുടെ മഴ കാരണം, അതായത് കൊച്ചിയിലൊക്കെ വെള്ളം കയറി. അതുപോലെ തന്നെ ഇന്നലെ ഇപ്പോൾ മലപ്പുറത്ത് റോഡ് ഇടിയുന്നു, നമ്മുടെ NH66 ഒക്കെ. അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിലിക്കൺ വാലി, ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂരിനെ കുറിച്ചാണ്. അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യകത എന്ന് വെച്ചാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയ്ക്ക് പ്രാധാന്യമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് യുവാക്കൾ മാത്രമല്ല, ഒരുപാട് പേര് ജോലിക്കായി പണ്ട് മുതൽക്കേ ബാംഗ്ലൂർ പോകുന്നുണ്ട്, ബാംഗ്ലൂർ താമസമാക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ തന്നെ ഒരുപാട് കാലം ജീവിച്ചു, തിരിച്ചു വന്നവർ, അവിടെ തന്നെ ജീവിക്കുന്നവർ, ഇപ്പോഴും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നവർ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ വരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആ ഭാഗത്തേക്ക് അങ്ങോട്ട് ബാംഗ്ലൂരേക്ക് പോകുമ്പോൾ അവരൊരുപാട് സ്വപ്നങ്ങളായിട്ടാണ് പോകുന്നത്. ജോലി മര്യാദയ്ക്ക് ഒരു ബാംഗ്ലൂർ എന്ന് പറയുന്നത് മാത്രമല്ല, ബാംഗ്ലൂർ നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു ചിന്തകളായിരിക്കും നമുക്ക് മനസ്സിലുണ്ടാവുക ബാംഗ്ലൂരിനെ പറ്റി. ബാംഗ്ലൂർ പബ് ഉണ്ട്, ബാംഗ്ലൂർ മികച്ച കമ്പനികളുണ്ട്, ബാംഗ്ലൂർ എന്താ പറയുക, ഒരുപാട് നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ബാംഗ്ലൂർ പിന്നെന്തൊക്കെയാണ്, ഒരുപാട് നല്ല എന്താ പറയുക, വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഓക്കെ, അത് ഫുൾ ഡൈവേഴ്സ് ആയിട്ടുള്ള മൊത്തത്തിൽ എന്താ പറയുക, എല്ലാത്തരം ഒരു മിക്സ് ഓഫ് കമ്മ്യൂണിറ്റീസ്, കൾച്ചർ, അങ്ങനെ വേണം നമുക്ക് പറയാം. പക്ഷേ ഇതിൻ്റെ അന്നൊക്കെ നമുക്ക് ചിന്തിക്കുന്നത് വെച്ചാൽ ബാംഗ്ലൂർ എന്ന് പറയുന്ന നഗരം ജീവിക്കാൻ ഉതകുന്ന, അല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കുന്ന, വളരെ നന്നായി ജീവിക്കാൻ സാധിക്കുന്ന ഒരു നഗരമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം അല്ല എന്നേ പറയാൻ പറ്റൂ. ഇതിനോട് വിയോജിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. പക്ഷേ ഞാൻ പറയട്ടെ, കുറച്ച് പുറകോട്ടോ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾ പുറകോട്ടൊന്നുണ്ട്. ബാംഗ്ലൂരിനെ പറ്റി പറയുകയാണെങ്കിൽ ബാംഗ്ലൂരിൻ്റെ കെടുകാര്യസ്ഥതയെ പറ്റി സംസാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ 2012 കഴിഞ്ഞപാട് ഞാൻ എന്ത് ചെയ്യുന്നു, ബാംഗ്ലൂർ എത്തിയ വ്യക്തിയാണ്. അവിടെ നിന്നും ഇന്നിപ്പോൾ 2025 മെയ് 20 അപ്പോൾ ഈ ഒരു നിമിഷം വരെ ബാംഗ്ലൂരിനുണ്ടായ വികസനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഞാൻ കണ്ട ബാംഗ്ലൂരും ഇന്ന് ഞാൻ കണ്ട ബാംഗ്ലൂരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. അന്നത്തതിനേക്കാൾ ബാംഗ്ലൂർ മോശമാവുകയാണ് ചെയ്തത് എന്നൊറ്റ വാക്കിൽ എനിക്ക് പറയാൻ പറ്റും. ഇതിനെ വിയോജിക്കുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളായി നമ്മൾ കാണുന്നത്, അതായത് ഒരു മഴ പെയ്യുന്നു. അപ്പോൾ ബാംഗ്ലൂർ നഗരത്തിൽ അതിശക്തമായ മഴയാണ്. അങ്ങനെ ഒരു ദിവസം മുഴുവൻ മഴ പെയ്തു ഞാൻ പറയുന്നില്ല. ഞാൻ കണ്ടത് വെച്ച് നോക്കുമ്പോൾ ഒരൊറ്റ ശക്തമായിട്ടുള്ള മഴ മതി ബാംഗ്ലൂർ നഗരം മുഴുവൻ വെള്ളത്തിൻ്റെ അടിയിലാവാൻ. അത്രയ്ക്ക് മോശമായിട്ടാണ് ബാംഗ്ലൂർ നഗരത്തിൻ്റെ ഈ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കേൾക്കുന്നതാണ് മാന്യത ടെക് പാർക്ക്. അതിൻ്റെ വീഡിയോ കണ്ടു നോക്കും. അപ്പോൾ ഈ മാന്യത ടെക് പാർക്ക് ഒരു പ്രശ്നം തന്നെയാണ്. എപ്പോഴും മാന്യത ടെക് പാർക്കിൽ പ്രശ്നങ്ങളാണ്. മാന്യത ടെക് പാർക്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് മാന്യത ടെക് പാർക്കിൽ വെള്ളം കയറും. അതുപോലെ പല ടെക് പാർക്കിലും വെള്ളം കയറുന്ന സ്ഥലങ്ങളുണ്ട്. റോഡുകൾ മുഴുവൻ വെള്ളം. പല വീഡിയോകളും ഉണ്ട്. അപ്പോൾ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ റോഡിൽ മുഴുവൻ വെള്ളമാണ്. സൈഡിലൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഫാമിലി ആയിട്ടൊരു സ്കൂട്ടറിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, കാറുകളുണ്ട്. ഓക്കെ, ഇതൊക്കെ നിൽക്കുക, വെള്ളത്തിൽ നിന്ന് പോയ ഒരു കണ്ടീഷൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ബസ് പോകുമ്പോൾ ഈ വെള്ളം അങ്ങനെ അടിച്ച്, ബസ്സിന്റെ ഡ്രൈവറെ എനിക്ക് വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല, കാരണം അത്രയും മോശമായിട്ടാണ് അയാൾ ഡ്രൈവ് ചെയ്യുന്നത്. അയാൾ ഡ്രൈവ് ചെയ്ത് ആ വെള്ളം മുഴുവൻ അവിടെയുള്ള ആൾക്കാരെ മേത്തേക്ക് അത് അടിച്ച് തെറിപ്പിക്കുകയല്ല, ഇതിങ്ങനെ വെയ്വായിട്ട് പോയിട്ട് അവരെ തള്ളിയിടുകയാണ്. ഓക്കെ, ഈ വെള്ളത്തിന്റെ ക്വാളിറ്റിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. വളരെയധികം മോശപ്പെട്ട വെള്ളമായിരിക്കും. ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട വെള്ളം ചിലപ്പോൾ അതായിരിക്കും ഇന്നലെ ആ റോഡിൽ കിടന്നത്. കാരണം ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ, എൻ്റെ അഭിപ്രായത്തിൽ ബാംഗ്ലൂർ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും റോഡുകളിൽ നിന്നും വെള്ളം ഡ്രെയിനേജ് സിസ്റ്റത്തിലേക്കാണ് പോവുക. ഇവിടെ നേരെ തിരിച്ചാണ്. ഡ്രെയിനേജ് സിസ്റ്റത്തിൽ നിന്നുള്ള വെള്ളം നേരെ റോഡിലേക്ക് വരിക. റോഡാണ് അവിടുത്തെ ഡ്രെയിനേജ് ഒഴുകാനുള്ള സ്ഥലം എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും. കാരണം ഈ വെള്ളം മുഴുവൻ കെട്ടിക്കിടന്നിട്ട്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താ പറയാ, അങ്ങനെയുള്ള എല്ലാ സാധനവും എന്തൊക്കെ വൃത്തികേടുകളുണ്ടോ ആ വൃത്തികേടുകളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സാധനമാണ്. എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതെല്ലാം കൂടി ചേർന്നിട്ടുള്ള സാധനം റോഡിൽ കാണുന്ന ഈ വെള്ളം. ഞാനത് ടൂ വീലറിലൊക്കെ പോകുമ്പോണ്ടല്ലോ, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു, ഒരു പ്രാവശ്യം മഴയുള്ള ദിവസം ഞാൻ ടൂ വീലർ ഓടിച്ചു പോയി എൻ്റെ ഓഫീസിൽ നിന്ന് വീട് വരെ. അപ്പോൾ എനിക്ക് അസഹനീയമായ ചൊറിച്ചിൽ അനുഭവപ്പെട്ടു, രണ്ട് കാലിൻ്റെ മുകളിൽ. ഒരു രക്ഷയില്ല, ദിവസങ്ങളോളം അത് നീണ്ടു നിന്നു ആ സംഭവം. ഡോക്ടറെ കാണിച്ചിട്ടും രക്ഷയില്ല, എന്ത് ചെയ്തിട്ടും ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞ ശേഷം കുറഞ്ഞു. അപ്പം ഞാൻ അയച്ചു എന്തുകൊണ്ട് ഇത് വന്നു, എൻ്റെ ഇത് മനസ്സിൽ ഇത് പോയതുപോലെ ഇതുകൊണ്ടായിരിക്കും. കാരണം ഞാൻ റെയിൻകോട്ട് ഇട്ടുണ്ടായിരുന്നു, പക്ഷെ റെയിൻകോട്ട് ഇങ്ങനെ പൊന്തിയിട്ട് വെള്ളം ഉള്ളിലേക്കൊക്കെ ആയിട്ട് അങ്ങനെയുള്ള സംഭവമാക്കിയാണ്. ആദ്യം ഇടത്തെ കാലിൽ പിന്നെ അത് വലത്തെ കാലിലേക്ക് പകരുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശപ്പെട്ട വെള്ളം എൻ്റെ കാലിലായിട്ട് തന്നെയാണ്. ഓക്കെ, ഡോക്ടേഴ്സ് അതിലെത്തിനാണ് അവസാനം എത്തിയത്. ഡോക്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു മഴയത്ത്. അപ്പോൾ ഡോക്ടേഴ്സ് ചൂണ്ടിക്കാണിച്ചു അതുകൊണ്ടായിരിക്കും എന്തൊരു അലർജി വന്നതാണ് അല്ലെങ്കിൽ എന്തൊരു പ്രശ്നം വന്നാണ് കാലിൽ. രാത്രി ഒന്നും കിടക്കാൻ പറ്റാതെ അത്രയ്ക്കും ചൊറിച്ചിലായിരുന്നു. അതുപോലെ അപ്പം ഞാനൊക്കെ വെച്ചാൽ ടാക്സ് പേ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട് ടാക്സ് പേ ചെയ്യുന്നത്. ഓക്കെ, കാറ് നമ്മൾ വാങ്ങുമ്പോൾ ടാക്സ് പേ ചെയ്യുന്നു. അതുപോലെ എന്ത് സാധനം വാങ്ങുമ്പോൾ നമ്മൾ ടാക്സ് പേ ചെയ്യാണ്. ഇനിയിപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് വെള്ളം മുങ്ങി അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് അപ്പോൾ ആ വീഡിയോയിൽ വെള്ളം തട്ടി വീണ ബൈക്കിൽ നിന്ന് എന്തെങ്കിലും ആൾക്ക് മുട്ടോ എന്തെങ്കിലും പൊട്ടുവോ അല്ലെങ്കിൽ മുറിവ് വരുമോ, ഹോസ്പിറ്റലിൽ പോയി അതിനും അടയ്ക്കണം നമ്മൾ എന്ത് GST. അപ്പൊ ഇതെല്ലാം അടച്ചിട്ടും ഇൻകം ടാക്സ് അടച്ചിട്ടും GST ആയിട്ട് അടച്ചിട്ടും എല്ലാം മറ്റേതായിട്ട് അടച്ചിട്ടും മറച്ചതായിട്ട് അടപ്പിച്ചിട്ടും ഗവൺമെന്റ് ഒരു തരത്തിലുള്ള സഹായവും സാധാരണക്കാർക്ക് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ വർക്കിംഗ് പീപ്പിളിന് കൊടുക്കുന്നില്ല എന്നാണ് വളരെ ഖേദകരമായിട്ടുള്ള, എന്താ പറയാ, ലജ്ജാവഹമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ കർണാടക ഗവൺമെന്റിനെ ഈ കാര്യത്തിൽ എന്താ പറയാ വിമർശിക്കുകയല്ല, എന്താ ചെയ്യേണ്ടതെന്ന് കയറി അത്രയും മോശപ്പെട്ട പ്രവൃത്തിയാണ്. കാരണം ബാംഗ്ലൂർ പോലൊരു നഗരത്തിനെ അവർ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ പ്രസ്റ്റീജിയസ് നഗരമാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അവര് ചുമ്മാ പറഞ്ഞു ബാംഗ്ലൂർ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ വളരെ ചുരുക്കം സ്ഥലങ്ങൾ മാത്രമുള്ള ബാംഗ്ലൂർ സിറ്റി എന്ന് വിളിക്കാൻ പറ്റുക, അല്ലെങ്കിൽ സിറ്റി പോലെ ചെയ്തു വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ. അത് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല വേണ്ടത്. IT കൊറിഡോറായിട്ടുള്ള മാർത്തഹള്ളി അതിന്റെ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടത്തിൽ കിടന്നു. മെട്രോ വന്നു കഴിഞ്ഞാൽ നന്നാവില്ല. കാരണം വെച്ചാൽ അത്രയും മോശപ്പെട്ട റോഡുകളാണ്. മെട്രോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ മാറുന്നില്ല. മെട്രോ മോളിൽ കൂടെ പോവുകയും വരികയും ചെയ്തോളൂ, അത്രേ ഉള്ളൂ. അടിയിൽ പ്രശ്നങ്ങൾ തന്നെ ഇരിക്കപ്പെടും. അപ്പൊ ഇതൊക്കെ എന്നാണ് മാറുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കർണാടകയിലെ ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് പ്രതികരിക്കുന്നില്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ ആൾക്കാർ തീർച്ചയായും പ്രതികരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി പല കാര്യങ്ങളും ഉണ്ടാവാം. നമുക്ക് രോഗങ്ങൾ ഉണ്ടാവാം. പിന്നെ നമ്മുടെ കുട്ടികൾ യാത്ര ചെയ്യുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ കഴിച്ചു. അയാളുടെ ഫ്രണ്ട് 1.5 ലക്ഷം രൂപയ്ക്ക് അധികം വാങ്ങിയ ബൈക്ക് മൊത്തമായിട്ട് ഫ്ലഡിൽ നശിച്ചുപോയി. ഓക്കെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനിപ്പോൾ ഇൻഷുറൻസ് ആകണം, മറ്റത് മറിച്ചത്, അത് കുറേ കാര്യങ്ങളുണ്ട്, നശിച്ചുപോയി. അതുപോലെ തന്നെ അയാൾ പറഞ്ഞ വേറൊരു കാര്യം പറഞ്ഞുതരാം. അയാളുടെ ഈ മോശം റോഡ് കാരണം അയാളുടെ ഒരു ഫ്രണ്ട് ടൂ വീലർ മരിച്ചുപോയി. ഇത് രണ്ടും ഒരാൾക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ്, അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് അയാൾ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റ് എന്താണ് അവിടെ ചെയ്യുന്നത്? ബാംഗ്ലൂരിനെ പറ്റി ബാംഗ്ലൂർ ഇമോഷൻ, ബാംഗ്ലൂർ മറ്റത് മറിച്ചത് എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കാണാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ബാംഗ്ലൂർ ഒരു ഇമോഷനും അല്ല. ബാംഗ്ലൂർ ഹാസ് ഗോൺ ഡൗൺ, അങ്ങനെ തന്നെ പറയാം. ബാംഗ്ലൂർ ഹാസ് ഗോൺ ഡൗൺ. ബാംഗ്ലൂർ അതിന്റെ ഏറ്റവും ലോവസ്റ്റ് ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്. ബാംഗ്ലൂർ വികസനമല്ല നടക്കുന്നത്, ബാംഗ്ലൂരിനെ നശിപ്പിക്കലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂർ ഒരു പുതിയ IT കമ്പനി വരട്ടെ, പുതിയൊരു ബിൽഡിംഗ് പണിയട്ടെ, ഹൈ ടെക് ബിൽഡിംഗ്, അതിനെ ഞാൻ വികസനം ഒന്നും ഒരിക്കലും വിളിക്കില്ല. കാരണം ആ ബിൽഡിംഗ് ഉണ്ടാകുന്നതുകൊണ്ട് ആ നഗരത്തിനുണ്ടാകുന്ന മൂല്യച്യുതിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നഗരത്തിൽ ഒരു വലിയൊരു പ്രസ്റ്റീജിയസുള്ള ബിൽഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വാൻസ്മെന്റോ നടക്കാൻ പോവുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത്രയും ജോലി അവസരങ്ങൾ മാത്രമേ കൂടുന്നുള്ളൂ. ഇൻഫ്രാസ്ട്രക്ചർ ദിവസം പ്രതി താഴേക്കാണ് പോകുന്നത്, മിനിറ്റ് ബൈ മിനിറ്റ് അത് താഴേക്കാണ് പോകുന്നത്, അതിലൊരു സംശയവുമില്ല. ബാംഗ്ലൂരിന്റെ കേസിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ബിൽഡിംഗ് വരികയാണെങ്കിൽ അത് ബാംഗ്ലൂരിനെ കൂടുതൽ
വലിയൊരു ഗർത്തത്തിലേക്ക് വീണ്ടും ഇടിച്ചു താഴ്ത്തുക ബാംഗ്ലൂരിനെ, നശിപ്പിക്കുക എന്നേ പറയാം. കാരണം അല്ലെങ്കിൽ അതോറിറ്റീസ് അതിൻ്റെതായ രീതിയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ, ഞാൻ ദുബായിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു 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 ഏരിയ, സിറ്റി എന്ന് ഞാൻ പറയുന്നത്, ഒരു ഏരിയ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഒരു ഏരിയയിൽ ഒരു സംഭവം ഡെവലപ്പ് ചെയ്യാൻ അവർ ആദ്യം ചെയ്യുന്ന കാര്യം ഈ അണ്ടർഗ്രൗണ്ട് പരിപാടികൾ ചെയ്യുന്നത്. ഡ്രെയിനേജ്, പിന്നെ കേബിൾസ്, ഇലക്ട്രിക് കേബിൾസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവർ ആദ്യം പ്ലാൻ ചെയ്യുക. അത് വെരി വെൽ പ്ലാൻഡ് ആയിരിക്കും. കാരണം അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അതിനെ. കാരണം വെച്ചാൽ മൊത്തം പൊളിക്കേണ്ടി വരും, അതിനകത്തുള്ള ഇഷ്യൂസും അത് മര്യാദയ്ക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഡ്രെയിനേജ് ഒക്കെ ഇങ്ങനെ പൊട്ടി ഒഴുകുന്ന ഞാൻ എൻ്റെ ഓഫീസിലേക്കുള്ള യാത്രാമധ്യേ പല സ്ഥലങ്ങളിൽ ഞാൻ ഉണ്ട്. വളരെയധികം എന്താ പറയുക, അറപ്പുളവാക്കുന്ന ഒരു കാഴ്ചയത്. നമ്മളിങ്ങനെ വണ്ടി ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഡ്രെയിനേജിലെ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. രാവിലെയൊക്കെ പോകുമ്പോഴല്ലോ, മഴയൊന്നും ഇല്ലാത്ത സമയത്താണ് ഞാൻ പറയുന്നത്, റോഡ് നിറച്ചും വെള്ളം. എന്താ സംഭവം നമുക്ക് മനസ്സിലാവും. രാവിലെ ആൾക്കാർ പല്ല് തേക്കും, കുളിക്കും, ടോയ്ലറ്റിൽ പോകും. ഈ സംഭവത്തിലൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കുമല്ലോ ഓഫീസിൽ പോകണ്ടേ. അപ്പൊ ഇത് രാവിലെ ഇതെല്ലാം കൂടെ ഒലിച്ചിറങ്ങി വരുന്നത് റോഡ്, ഈ കുളിച്ച് വേറൊരു സ്ഥലത്ത് കുളിച്ച് വരുന്ന ആൾക്കാരെ മേത്തേക്കാണ് പോകുന്നത്. അവര് വേറെ കണ്ട പോകുന്ന വെച്ചാൽ മറ്റു സ്ഥലത്ത് കുളിച്ച ആൾക്കാരെ സംഭവങ്ങളൊക്കെ ഓരോ മേത്തേക്കും വരും. അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അല്ല പിന്നെ കാറ് പോകണം, 4 വീലറിൽ ഇതൊന്നും അറിയാതെ ഇങ്ങനെ കണ്ട് എന്ന് പറഞ്ഞ് പോകണം. 2 വീലറിലൊക്കെ പോകുന്ന ആൾക്കാർ വളരെ കഷ്ടമാണ് അവസ്ഥ. ഓക്കെ, എന്നാൽ 4 വീലർ പോയാലോ സമയത്ത് തൊട്ട് എത്താൻ പറ്റില്ല, ഭ്രാന്ത് പിടിച്ചു പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് അവിടെ. ഇനിയെങ്കിലും ഇതിൻ്റെ അകത്തൊക്കെ എനിക്ക് ഒരു മാറ്റം ഉണ്ടാവും തോന്നുന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു വിഷൻ വേണം മനുഷ്യനായി കഴിഞ്ഞാൽ. ആ ഒരു ഗവൺമെന്റ് ആയി കഴിഞ്ഞാൽ, അവിടുത്തെ ആൾക്കാരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വിഷൻ വേണം. ആരും ബാംഗ്ലൂരിന്റെ നീറുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പോലില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ. ഈ ഒരു റീസെന്റ് എക്സാമ്പിളോട് കൂടി ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരിക്കലും ഒരു സ്വപ്ന നഗരമല്ല. ബാംഗ്ലൂർ പലർക്കും ഇത് കിട്ടാത്തത് കൊണ്ട് ഇത് എന്ന് പറയാൻ പറ്റുന്ന ഒരു നഗരം മാത്രമാണ്. ബാംഗ്ലൂർ നിങ്ങൾക്ക് നല്ല മെച്ചപ്പെട്ട ജീവിത സാഹചര്യം നൽകുന്നില്ല. ബാംഗ്ലൂർ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു ജോലി മാസം സമ്പാദ്യം എന്നല്ലാതെ, പിന്നെ അൺനെസസറി ചെലവുകൾ ഇങ്ങനെയുള്ള സംഭവം എന്നല്ലാതെ ബാംഗ്ലൂർ നിങ്ങൾക്കൊന്നും നൽകുന്നില്ല. പല നഗരങ്ങളും വലിയ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ കോഴിക്കോടാണെങ്കിലും കേരളത്തിലെ മറ്റ് പല നഗരങ്ങളും വളരെ നന്നായി മാറിക്കൊണ്ടിരിക്കുന്ന നഗരങ്ങൾ എന്ന് വേണം പറയാം. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അത് കൂടുതലായിട്ട് വരാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ബാംഗ്ലൂരിനെ കേരളത്തിലെ നഗരങ്ങളുമായി കമ്പയർ ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ അത്രയും പോപ്പുലേഷൻ ഉണ്ട്. അത് വേറൊരു പ്രശ്നമാണ്. ഒരു നഗരത്തിൽ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യേണ്ട ചുമതലയും ഗവൺമെന്റിനാണ്. സോ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിൽ ബാംഗ്ലൂർ ദിനം പ്രതി ഹവേഴ്സ് ബൈ ഹവേഴ്സ് താഴ്ന്ന് മുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളമില്ല. ഓക്കെ, മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡിൽ വെള്ളം ഉണ്ടാവുന്നല്ലാതെ സമ്മറിൽ വെള്ളമില്ല. പല സ്ഥലങ്ങളിലും വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് പറയാം, ഇത് ഭാവിയിൽ ബാംഗ്ലൂരേക്ക് വരുന്നവർക്കും ഉപകരിക്കും കേട്ടോ. ബാംഗ്ലൂരേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് മാസം 2.5 ലക്ഷം അല്ലെങ്കിൽ 3.5 ലക്ഷം രൂപ സാലറി ഉണ്ടെങ്കിൽ യുവർ ലൈഫ് വിൽ നോട്ട് ബി ഈസി. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്നെങ്കിലും നമ്മുടെ കർണാടകയിലെ ഗവൺമെൻറ് ബാംഗ്ലൂരിന് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ചിന്തിച്ചുകൊണ്ട് ഒരു ഭയങ്കര ഇതൊക്കെ ഉണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി വന്ന സമയത്ത് അത് വേറൊരു കഥയാണ്. ഓക്കെ, വന്ന സമയത്ത് ആൾ ട്രാഫിക്കും റോഡിൻ്റെ ശോചനീയാവസ്ഥയെ കണ്ടിട്ട് ആൾ എന്തൊരു അന്ത്യശാസനം കൊടുക്കുന്നോ, ഒരു അന്ത്യശാസനം നടന്നില്ല. ബാംഗ്ലൂർ ഒന്നും നടന്നില്ല. എനിക്ക് എത്ര പറയാൻ പറ്റും. ദിവസവും ഇത് കണ്ട് ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, എന്തെങ്കിലും ഗവൺമെന്റിന് തോന്നി എന്തെങ്കിലും ചെയ്താൽ ആ നഗരം രക്ഷപ്പെടും. കാരണം ഒരു വളരെ മികച്ച അല്ലെങ്കിൽ സുന്ദരമായ ഒരു നഗരമായിരുന്നു ബാംഗ്ലൂർ. അത് ആ പഴയ ബാംഗ്ലൂരിനെ പറ്റി ആലോചിച്ചുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ബാംഗ്ലൂർ വന്നാൽ പോലും അത് കിട്ടൂല. കാരണം വെച്ചാൽ നല്ല ചൂടാണ് സിറ്റിയിലേക്ക്. ബാംഗ്ലൂർ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. അങ്ങനെ ഒരുപാട് മാറ്റപ്പെട്ടു പോയിരിക്കുന്നു, ഒരുപാട് നശിപ്പിക്കപ്പെട്ടു പോയിരിക്കുന്നു. സോ ബാംഗ്ലൂർ, പുതിയ ബാംഗ്ലൂർ എന്ന് പറയുന്നത് നശിച്ച ബാംഗ്ലൂരാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ബൈ.